അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കക്കാടംപൊയിൽ ആരും എത്തിപ്പെടാത്ത പ്രദേശം. മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കക്കാടംപൊയിലേക്കാണ്. കക്കാടംപൊയിൽ ഇന്ന് നമ്മളെല്ലാവരും പോയിട്ടുണ്ടാകും. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾ ആരും ഇതുവരെ പോകാത്ത ഒരു പ്ലേസിലേക്കാണ്. ആ പ്ലേസിന് ഞങ്ങളിട്ട പേരാണ് അവതാർ ഹിൽസ്. നമ്മളിപ്പോൾ തോട്ടുമുക്കം പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ വണ്ടിയിൽ എണ്ണ ഫുള്ളായതുകൊണ്ട് എണ്ണ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ. അവിടെ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങാം നമ്മളെ യാത്ര. അടിപൊളി അടിപൊളിയാ, സൂപ്പർ സൂപ്പറാ, അടിപൊളിയാ. ഹലോ, ആ പൊറാട്ട എന്നോടെ ഭയങ്കര വിശപ്പുണ്ടായിട്ടോ. അവിടെ റെഡി സമാധാനം കിട്ടിയില്ലേ? നല്ല സുഖല്ലേ? മീൻകറി സൂപ്പറാട്ടോ. ആ കൊടുമ്പുളിയൊക്കെ മനസ്സിലായിട്ട് കേറിയില്ലേ? അങ്ങനെ നമ്മൾ അച്ഛൻ്റെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് യാത്ര തുടരാണ്. നല്ല പൊറോട്ടയും കേദറേൻ്റെ കറിയൊക്കെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാലും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിക്കുള്ളൊരു കയറ്റാണ്. എത്ര വന്നാലും പൂതി തരാത്തൊരു സ്ഥലമാണ് ഈ കക്കാടംപൊയിൽ. പക്ഷേ നമ്മൾ പോയ സ്ഥലത്തേക്ക് ഇതുവരെയായിട്ടും ആരും എത്തിയിട്ടില്ല കേട്ടോ. ആ കാണുന്നത് നമ്മളെ നാട്ടുകാരനായ അനീഫാക്കാൻ്റെ കച്ചവടമാണ്. എങ്ങാലും അവിടെ നിന്ന് നിർത്താം. ഉപ്പിലിട്ട് നെല്ലിക്ക് വാങ്ങി കണ്ടപ്പോൾ നിർത്താക്കാനും പറ്റൂല. മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, ചായ, കോഫി, കപ്പ് ബിരിയാണി, ചിക്കൻ മക്രോണി, കാടമുട്ട. ഇത് നമ്മൾ അനീഫാക്കാണ് എന്ത് ഏറ്റെടുത്തത്. ഈ അറിയാം അങ്ങാടി മുഴുവൻ മൂപ്പരുതാണ്. അനീഫാക്കാന്റെ തട്ടുകട. ആ മാങ്ങ, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, ആ പേരക്ക, ആ അനീഫാക്കാന്റെ തട്ടുകട. ചിക്കൻ മക്രോണി, കപ്പ് ബിരിയാണി, കാടമുട്ട. കുഞ്ഞാ മഴ പെയ്യുന്നില്ലടാ. അല്ല, ഈ കുക്കുവിന്റെ വർത്താനം കേട്ടോട്ടെ. മക്കളായിട്ട് പോന്നിട്ട് ആകെ കുടുങ്ങോ, പെട്ടുപോവോ? അല്ലല്ല, മഴ ചോറുണ്ട്. അതൊക്കെ അവിടെ. അല്ലല്ല, ഞാൻ കക്കടംപൊയി എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാ ഇനി തീരണ്ടേ വെക്കോ? അല്ല കുരിശുമലക്ക് ആ പോയിക്കാൻ വേണ്ടി റേഷൻ കട ഉണ്ട് നിങ്ങള്? താഴോട്ടോ. അല്ലടാ, ഇതിലെ വണ്ടി പോവില്ല. ഇത് എത്ര റോഡ് പണി? ഇല്ലല്ല, അത് പോവോ? കാറ് കറക്കാൻ കുറച്ച് റിസ്ക്. എന്നാലും പോയി നോക്ക. അല്ല, ഒരു കാര്യം വെറുതെ പെടണ്ട. വണ്ടി ഇവിടെ അവിടെ വെച്ചിട്ട് വല്ല പോവും. കുഞ്ഞാലല്ലേ ആയിക്കോട്ടെ. ഇവിടെ വെക്കല്ലേ? കാണിയൊന്നും കിട്ടൂല. കുറച്ചായിട്ട് കയറ്റി വെക്കുക. രസല്ലേ? രസമായിട്ടാണ് പോവാ. മഴ പിന്നെയും പെയ്ത സ്വീപ്പാവൂലല്ലോ. ഉറപ്പല്ലേ? സ്വീപ്പാവൂലേ? ഇജി അവിടെ സേഫ് അല്ല. സ്ഥലമൊക്കെ കെട്ടിമണ്ണ് വീണ് പോയി. അതൊന്നും പറയാൻ പറ്റൂല കേട്ടോ. എന്തായാലും പോയി വെക്കല്ലേ? ആ ബെസ്റ്റ്. അല്ല വെക്കോ. എങ്ങനെ ഇതിലെ പോവാ? നല്ല റോഡാ. പക്ഷെ ഇവിടെ ചങ്ങല ഇട്ടില്ലേ? അല്ലേ, ആ വലത്തോട്ട് കൂടെ ഉള്ള മാറ്റം കുറച്ചും കൂടെ കയറാണ്ട് ഓഫ് റോഡ് തന്നെയാണ് ഇപ്പൊ. ഇതിലെ വണ്ടി പോലെ ചങ്ങായി. മഴ പിന്നെ തുടങ്ങിട്ടോ. ഒരു രക്ഷയില്ല. അതൊന്നും വിഷയല്ല. അതൊക്കെ അവിടെ ഇങ്ങോട്ട് ഇറക്കാൻ കഴിയും. വണ്ടി ഇങ്ങോട്ട് ഇറക്കിയാലെന്താ? ഇല്ലല്ല, കിട്ടും. എന്താ സുഖം. നോക്ക. പിന്നെ
നമുക്ക് ആ മുകളില് അവിടെ വണ്ടി നിർത്താം. അല്ല ഇജ്ജ് അതിന്റെ താഴത്തെ വണ്ടി പോവല്ലോ. അല്ല എത്താനായില്ല, സ്ഥലം എത്താനായില്ല, ഇനി കുറെ പോകണ്ടോ? ഇച്ചിരി കൂടി. അല്ല ഇജ്ജ് ഇങ്ങനെ ഇത്തിരി എത്ര കൊറേ നേരം പറഞ്ഞു. അല്ല ലേശം കൂടി. ലേശം കൂടി പറഞ്ഞിടത്ത് നേരം കുറെ ആയി ചങ്ങായി. ഈ ഒരു ഇറക്കം കഴിഞ്ഞ് കുറച്ചുകൂടെ അല്ല ഇനി എന്തായാലും ഈ ഇറക്കത്ത് വണ്ടി വെക്കാം. അല്ലേ കുടുങ്ങും. ഇവിടെ ആള് മനുഷ്യനൊന്നും ഇല്ലാണ്, പേടിയുണ്ട്. എന്നായിക്കോട്ടെ, നമുക്ക് എന്നാ കുട്ടികളെ മക്കളൊക്കെ ഇവിടെ ഇറക്കിയിട്ടേ കുട്ടികളെ മക്കളൊക്കെ കൊണ്ടുപോകാൻ. ആയിക്കോട്ടെ, വണ്ടി ഇവിടെ വെക്കാം. വണ്ടി താഴത്ത് വെക്കാം. വണ്ടി നല്ല റിസ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുപോരാ. കുറച്ച് ഡേഞ്ചറാണ് പ്ലേസ്. എന്താ കുറച്ച് ഇവിടക്ക് കയറി ആരും എത്തിപ്പെടാത്ത സ്ഥലത്ത് പോകത്തെത്തി വിട്ടു. കട്ട ചേർത്താൽ മതിട്ടോ, കൊറേ ഭാഗം കട്ടയുണ്ടാവും. എന്തെങ്കിലും തന്നെയാ അത്. പേര് രണ്ടു തമ്മിൽ എന്താ അറിയാം, ഒരുപോലെ. ആ സൂപ്പറാ. നോക്കിക്ക കുട്ടിയാള് ഭയങ്കര ഉസാറല്ലേ. കണ്ടേ ഇവിടുന്നാട് ഊരിൻ്റെ അടുത്ത് പോയാല് ആ അത്രേ ഉള്ളൂ. ബ്യൂട്ടി അല്ലേ എവിടെ Quay ഇതാണ് നാച്ചുറൽ സൗണ്ട്. ഇതോ ഇതെന്ത് മരം അറിയോ ഈ സാധനം? പാം ട്രീ ആവും. ഭാവി കണ്ട ആരോ കുഴിച്ചിട്ടാവൂലേ? ഇതെങ്ങനെ അറിയണോലേ? ഒന്ന് കമന്റ് ചെയ്യുക. അഡ്വഞ്ചർ അല്ലേ?
ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. അറിയില്ല. ഇറങ്ങുമ്പോൾ നമുക്ക് ഓട്ടോ സ്വിച്ച് വരാല്ലേ? ഏത് അഡ്വാൻസ് അഡ്വാൻസോ? ആ പറയും പോരട്ടെ. അഡ്വഞ്ചർ ആ ഗോൾഡ് മെഡൽ ആര് തരും? ഗോൾഡ് മെഡൽ യെസ്. എന്നാ അവിടെ കയറി കുത്തിരി. അവിടെ ഉള്ളിലേ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കണ്ട. എന്താ പുഷ്ടപ്പായി? ഇതാണ് നമ്മളെ സ്പോട്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആരും കണ്ടെത്താത്ത ആ ഒരു കക്കാടംപൊയിലുള്ള സ്ഥലം, അവതാർ പോയിന്റ്. ഇപ്പൊ നമ്മളോട് പേരിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കക്കാടംപൊയിൽ ആരും എത്തിപ്പെടാത്ത പ്രദേശം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിനി. അപ്പോൾ നല്ല കോടമഞ്ഞും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാറ്റുണ്ട്, ഉച്ച സമയമുണ്ട്, കോടമഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മള് ഇങ്ങനെ ഒരു പ്രദേശം ഇവിടെ ഉണ്ട് നമ്മൾ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഒരു വിശ്വാസമല്ല. അപ്പൊ നമ്മള് മൂപ്പർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനും വേണ്ടി വന്നതാണ്. എങ്ങനാലും ഇപ്പം ഇതുവരെ ആരും അറിയപ്പെടാത്ത എത്തിപ്പെടാത്ത മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇനിയിപ്പോ ഇതിപ്പോ നല്ല ഉയരത്തിലാണ് നിൽക്കണത്. അപ്പം ഫാമിലിനൊക്കെ കൊണ്ടുവരുമ്പോ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഭയങ്കര ഡേഞ്ചർ പ്രദേശമാണ്. അപ്പം വീഡിയോയിൽ കാണുമ്പോഴല്ല, നേരിട്ട് വന്ന് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അതിന്റെ ഒരു ക്ലിയർ കിട്ടൂല. നേരിട്ട് കാണുമ്പോഴുള്ള വിഷ്വലല്ല നമ്മൾ വീഡിയോയിൽ കാണുന്നത്.